ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നല്ലൊരു സ്നാക്കാണ്. ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതിനും വേണ്ടിയിട്ട് നല്ല ഒരു 4-5 ഉരുളക്കിഴങ്ങ്, നമുക്ക് എത്രയാണോ സ്നാക്ക് ഉണ്ടാക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് മീഡിയം കുറച്ച് സൈസിൽ ഒരു 5-6 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് നടുകഷ്ണം മുറിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ അധികമൊന്നും വേണ്ട, ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു ലെവലിൽ മതി. പിന്നെ പാകത്തിന് ഉപ്പും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഈ ചാനലിലൂടെ നല്ല ടേസ്റ്റ് തോന്നുന്ന റെസിപ്പീസ് മാത്രമേ അപ്ലോഡ് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഈ ഒരു സംഭവം വേവുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ബാക്കി സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. അപ്പോൾ അതിലേക്ക് ഒരു വലിയൊരു സവാള നന്നാക്കി ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പുതിനയുടെ മല്ലിയുടെ ഇല വേണം. പക്ഷേ ആ മല്ലിയുടെ ഇല ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ആഫ്രിക്കൻ മല്ലി വീട്ടിലുണ്ടാക്കി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇല കുറച്ചെടുത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ മാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പുതിനയാണ് വേണ്ടത്. പുതിനയും വീട്ടിലുണ്ടാക്കി തന്നെയാണ്. അപ്പോൾ അതും കുറച്ചെടുത്താൽ മതി. വീട്ടിലുണ്ടാക്കിയതിന് വല്ലാത്തൊരു ഫ്ലേവറാണ്, അപ്പോൾ കുറച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ഉരുളക്കിഴങ്ങ് നല്ലപോലെ വെന്തിട്ടുണ്ട്. അതൊന്ന് ഉടച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ ഉള്ളി, സവാള അത് ചെറുതാക്കി അരിഞ്ഞത് കംപ്ലീറ്റ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ വലിയൊരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതാണ്. അപ്പോൾ അത് ഒരു മീഡിയം സൈസിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് രണ്ടും കൂടി അരച്ചതാണ് ഒരു ടേബിൾ സ്പൂൺ ഉള്ളത്. പിന്നെ കുറച്ച് ഒരു മുളകാണ് എടുത്തിട്ടുള്ളത്. ഒരു മുളക് ചെറുതാക്കി അരിഞ്ഞിട്ടിട്ടുണ്ട്. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ഇടാം കേട്ടോ. പിന്നെ അതിലോട്ട് ചേർത്തിട്ടുള്ളത് നേരത്തെ ഞാൻ കാണിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ആഫ്രിക്കൻ മല്ലിയും പുതിനയും അരിഞ്ഞ് വെച്ചിട്ടുള്ളത് അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മസാലപ്പൊടിയായിട്ട് ചിക്കൻ മസാലയും പിന്നെ സാമ്പാർ മസാലയും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം ചിക്കൻ്റെ ഒരു ഫ്ലേവർ കിട്ടാനും സാമ്പാർ മസാലയിൽ പിന്നെ കായത്തിൻ്റെ ഒരു ഫ്ലേവറും ഉണ്ടല്ലോ. അപ്പോൾ അത് രണ്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു വിധമായി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മസാലക്കൂട്ടായിട്ട് എന്തെങ്കിലുമൊക്കെ ചേർക്കാം നിങ്ങളെ ഇഷ്ടത്തിന്. പക്ഷേ ഞാൻ ഈ ഒരു രണ്ടും ചേർക്കുള്ളൂ. പിന്നെ സാധാരണ ടേസ്റ്റിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ സമയത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഉള്ളി അങ്ങനത്തെ കുറച്ച് സാധനത്തിനുള്ള ഒരു ഉപ്പും കൂടിയാണ് ഇട്ടുന്നത്. അപ്പോൾ അതിന് മാക്സിമം പിന്നെ കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് മൈദപ്പൊടി ഒരു കുറച്ച് ചേർത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ക്വാണ്ടിറ്റി എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് തന്നെ എടുക്കുക കേട്ടോ. കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ പറ്റുമെങ്കിൽ കൈ കൊണ്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് അടുത്തത് വേണ്ടത് ചീസാണ്. നമ്മുടെ മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. പിസക്കൊക്കെ ആവശ്യമായിട്ടുള്ള പീസ് ആ ഒരു ചീസ് അത് നീളക്കനെ ഒന്ന് സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ ഒരു മിക്സിങ് ഉണ്ടല്ലോ ഉരുളക്കിഴങ്ങിൻ്റെ, അതൊന്ന് സാധാരണ ഉന്നക്കായ്ക്കൊക്കെ ഉണ്ടാക്കുന്ന മാതിരി ഒരു നീളക്കനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയൊരു പിന്നെ ഗ്യാപ്പ് ഇട്ടിട്ട് അതിലോട്ട് നമ്മൾ ഈ ചീസ് കയറ്റി വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഷേപ്പ് നമുക്ക് മാക്സിമം ഒരു ഉന്നക്കായുടെ ആ ഒരു ഷേപ്പാണ് ചെയ്യുന്നത്. ഇനി അതല്ല നിങ്ങൾക്ക് റൗണ്ടോ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ചീസ് ഉള്ളിൽ സ്ലൈസായിട്ട് നേരെ പിന്നെ അലിഞ്ഞ് നിൽക്കുമല്ലോ വേവിക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മളിങ്ങനെ പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ നൂല് പോലെ ഇങ്ങനെ വരും. അപ്പോൾ നല്ല രസമായിട്ട് കാണാൻ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു സംഭവങ്ങളൊക്കെ അങ്ങോട്ട് റെഡിയാക്കി എടുക്കുക. പെട്ടെന്ന് പരിപാടി കഴിയും. പിന്നെ അധിക ടൈമൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കാൻ. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കോഴിമുട്ടയിലൊന്ന് മുക്കിയിട്ട് ബ്രെഡിൻ്റെ പൊടിയിലൊന്ന് കുഴച്ചെടുത്തിട്ട് നേരെ എണ്ണയിലോട്ട് അങ്ങോട്ട് വറുത്ത് കോരുകയാണ്. ഇനി അഥവാ കോഴിമുട്ട പറ്റാത്ത ആൾക്കാർക്ക് മൈദപ്പൊടി എടുത്തിട്ട് കലക്കിയിട്ട് അതിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നേരെ ബ്രെഡിൻ്റെ ക്രംസിലൊന്ന് നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ശേഷം പിന്നെ നല്ല ചൂടായ എണ്ണയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ല പോലെ ഒന്ന് വറുത്ത് എടുക്കാവുന്നതാണ്.
ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ വെളിച്ചെണ്ണയുടെ ചൂടൊക്കെ പാകല്ലേ നോക്കിയതിന് ശേഷം വേണം രണ്ടാമത് ഇട്ടിട്ട് അങ്ങനെ എല്ലാം കൂടി ഒരു 2 3 മാക്സിമം ഇട്ടിട്ട് എടുത്താൽ മതി. കാരണം ബ്രെഡ് ക്രംസ് ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ആ പൊടിയൊക്കെ ആ ഒരു എണ്ണയിലോട്ട് വീണു പോവും. അപ്പോൾ മാക്സിമം നല്ല രീതിയിൽ പെർഫെക്റ്റ് ആക്കിയിട്ട് നമുക്ക് വറുത്തെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിലോട്ട് പിസ്സയുടെ സോസൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും. പിസ്സയുടെ സോസോ അല്ലെങ്കിൽ വൈറ്റ് സോസോ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കാരണം അതിൻ്റെ ഉള്ളിലുള്ള ആ ചീസ് നല്ല പോലെ മെൽറ്റായിട്ട് നല്ല നൂല് പരുവത്തിൽ വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം. അതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് വെക്കട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത്. Thank you for watching. Have a nice day.